ദൈവത്തിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃകൃപയിൽ ആശ്രയിച്ചെന്ന ഈ രാത്രിയിൽ യോഹന്നാൻ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 58ാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിപ്പാൻ കർത്താവ് കൃപ ചെയ്തത്. ഇന്ന് 2025 മാർച്ച് മാസം 24-ാം തീയതി നാം ഒന്നിച്ച് ദൈവന പഠനത്തിനായി കൂടി വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയിരുന്ന ഭാഗം യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യമായിരുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു എന്ന വചനത്തെ ആസ്പദമാക്കിയാണ് നാം ചിന്തിച്ചതിനോടനുബന്ധമായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം അതിന്റെ 1 മുതൽ 26 മുതലുള്ള വാക്യങ്ങളാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അപ്പോൾ അതിൽ നാം കണ്ടത് ലോകപ്രകാരമുള്ള ജ്ഞാനികളും ലോകപ്രകാരമുള്ള ബലവാന്മാരും ലോകപ്രകാരമുള്ള കുലീനന്മാരും ഏറെയില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കൊരിന്ത്യർക്ക് 1 ലേഖനം അതിന്റെ 1-ാം അധ്യായം 26 മുതൽ, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ, ലോകാഭിപ്രായപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനവും ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികഷ്ടവും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. അപ്പോൾ ദൈവസന്നിധിയിൽ ആരും പ്രശംസിപ്പാൻ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് ക്രിസ്തുയേശുവിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ മറ്റുള്ള തിരഞ്ഞെടുപ്പുകളെല്ലാം ലോകപരമായ തിരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു പട്ടാളത്തിലേക്കോ മറ്റുള്ള ജോലിയിലേക്കോ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ നോക്കുന്നത് ജ്ഞാനമുള്ളവരെ, ബലമുള്ളതിനെ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉള്ളതിനൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അങ്ങനെ പുറമേയുള്ളൊരു തിരഞ്ഞെടുപ്പല്ല ഞാൻ ചെയ്യുന്നത്, അത് ലോകത്തിന്റെ തിരഞ്ഞെടുപ്പാണ്. എന്നാൽ യേശുക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തത് അത് ലോകപ്രകാരമുള്ള തിരഞ്ഞെടുപ്പല്ല എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അത് കർത്താവ് തിരഞ്ഞെടുത്തത് സാമാന്യരായിരിക്കുന്ന, ഒന്നുമില്ലാത്തവരായിരിക്കുന്ന അന്നത്തെ കാലഘട്ടത്തിൽ സമൂഹം വലിയ വില കൊടുക്കാനില്ലാതിരുന്ന ജ്ഞാനികളായിട്ടുള്ളവരായിരുന്നില്ല, ബലഹീനന്മാരായിട്ടുള്ള ജ്ഞാനികളാണെന്ന് വിചാരിച്ചിരുന്ന പഠിപ്പില്ലാത്തവരായിരുന്നു എന്നുള്ളത് ഒരൊറ്റ വാക്യം വായിച്ച് നമുക്കതിന്റെ തെളിവ് കണ്ടെത്തുവാൻ സാധിക്കും. കൂടുതലതിന് വിശദീകരണം ആവശ്യമില്ല. കർത്താവ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, കർത്താവ് തെരഞ്ഞെടുത്ത ശിക്ഷഗണങ്ങളെ കുറിച്ച് അന്ന് ഉണ്ടായിരുന്ന യഹൂദന്മാർ അവരെക്കുറിച്ച് സംസാരിച്ച ഒറ്റ കാര്യം മാത്രം മതി. കർത്താവ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോസ്തലർ 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ആണ് നമ്മൾ അതിനെ ആധാരമായി വായിക്കുന്നത്. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. അപ്പോൾ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ ജ്ഞാനികളായിരുന്നില്ല, ബലവാന്മാരായിരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ വലിയ സമൂഹത്തിൽ വലിയ കുലീനന്മാരുമായിരുന്നില്ല. അപ്പോൾ ഇവർ തന്നെ പറയുന്നത് ഇവർ പഠിപ്പില്ലാത്തവരാണ്, അജ്ഞാനികളാണ്, ഇവർ ബലഹീനരാണ്, ഇവർ എന്ന് പറഞ്ഞാൽ ഇവർ വലിയ സ്റ്റാൻഡേർഡ് ഉള്ളവരല്ല എന്ന് അവർ തന്നെ പറയുക. എന്നിട്ട് അവർ ആശ്ചര്യപ്പെടുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനോട് കൂടി ആയിരുന്നത് കൊണ്ട് ഇവർ ബലഹീനരും ഭോഷത്വമുള്ളവരും ഒക്കെ ആയിരുന്നെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 3.5 വർഷം ക്രിസ്തുവിനോട് നടക്കുകയും പരിശുദ്ധാത്മാവിൽ വ്യാപരിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ സ്ഥിതി ആകെ മാറി. അവര് അന്ന് വരെയും ആരും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിലുള്ള മാറ്റം അവരിലുണ്ടാകുവാനായിട്ട് തീർന്നു. അവർ സംസാരിച്ചതൊക്കെ ദൈവത്തിന് വൻകാര്യങ്ങൾ പ്രസ്താവിച്ചു. അതുപോലെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. അവർക്ക് അവരുടെ മുമ്പിൽ രോഗങ്ങൾ മാറുവാൻ, അല്ലെങ്കിൽ ഭൂതങ്ങൾ വിട്ടുപോകുവാൻ, വലിയ ആശ്ചര്യപ്രവർത്തി, മുടന്തന്മാർ നടക്കുന്നു, കുരുടർ കാണുന്നു എന്നുള്ള വലിയ ആശ്ചര്യപ്രവർത്തികൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു മനസ്സിലായി അവർ ആശ്ചര്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തിരഞ്ഞെടുപ്പ്, അത് ക്രിസ്തുയേശുവിൽ മുഖാന്തരമുള്ള തിരഞ്ഞെടുപ്പ് എന്നത് സാമാന്യരും ബലഹീനരുമായിരിക്കുന്ന, ലോകം വലിയ വില കൊടുക്കാത്തവരായതുകൊണ്ട് ദൈവകൃപയാൽ നമുക്കും അപ്രകാരമുള്ള ഒരു വിളിയിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി ഓർത്ത് രാത്രി നമുക്ക് സ്തോത്രം ചെയ്യണം. നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, ഒരു ജഡവും ദൈവത്തിന് പ്രശംസിപ്പാനില്ല, നമുക്കൊന്നും തന്നെ പ്രശംസിപ്പാനില്ല. നമ്മുടെ ബലഹീനത അല്ലാതെ നമുക്ക് പ്രശംസിപ്പാനായിട്ടൊന്നുമില്ല. അപ്പോൾ കഥാശിഷ്യന്മാർക്ക് അവരെ കുറിച്ച് മറ്റവർ പറഞ്ഞു തന്നെ സാക്ഷ്യം പറയുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് വളരെ വ്യക്തമാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നമുക്കറിയാം, ഇന്നത്തെ അധികാരവർഗങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഒന്നെങ്കിൽ
അത് ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുപ്പായിരിക്കും, അല്ലെങ്കിൽ രാജ്യകുടുംബങ്ങളാണെങ്കിൽ അവരുടെ കുടുംബങ്ങളുടെ തെരഞ്ഞെടുപ്പായിരിക്കും, അല്ലെങ്കിൽ ഏകാധിപത്യപരമായിട്ടാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അവരുടെ ഒരു ആൾക്കാർ കൂടിയായിരിക്കും അങ്ങനെയുള്ള തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിനെല്ലാം അധികാരത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരും എന്ന് തെരഞ്ഞെടുത്ത്, നമ്മൾ ആരും ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദൈവത്തെ ആർക്കും തിരഞ്ഞെടുക്കാൻ കഴിയത്തില്ല എന്ന് പലരും ഏത് ദൈവം എന്നുള്ളത് ചിന്തിച്ച് പലരും നോക്കി നടക്കുമ്പോൾ, ദൈവത്തിന്റെ വിളി നമ്മൾ വരുമ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ സത്യമായിട്ട് അന്വേഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ, ഈ അന്വേഷണം ഉണ്ടാകണമെങ്കിൽ കർത്താവ് നമ്മളെ വിളിച്ചത് കൊണ്ടാണ്, ദൈവത്തിന്റെ അന്വേഷണം അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മളെ വെച്ചതുകൊണ്ടാണ്, ആകർഷമുള്ളതുകൊണ്ടാണ് നാം യേശുവിനെ കുറിച്ച് അന്വേഷിപ്പാനും ദൈവത്തിൽ എത്തിച്ചേരാനും ഇടയത്ത് നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. കർത്താവാണ് നമ്മളെ തിരഞ്ഞെടുത്ത്. എന്തിനാ തിരഞ്ഞെടുത്തെന്ന് ചോദിച്ചാൽ, നാം ഫലം കായ്ക്കണം, അതിനുവേണ്ടി നമ്മളെ ആക്കി വെച്ചും ഇരിക്കുന്നു. അപ്പോൾ ഈ ഫലം എന്തെന്നുള്ളത് നിലനിൽക്കുന്ന ഫലമാണ്, നിലനിൽക്കാത്തതല്ല. ഞാൻ പറഞ്ഞ ഭൗതികമായിട്ടുള്ള ലോകപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് നിലനിൽക്കുന്നതല്ല, അതെല്ലാം ഇല്ലാതായി പോകുന്നതാണ്. എന്നാൽ നിത്യജീവന്റെ ഫലമാകുന്ന എന്നേക്കുമുള്ളതായിരിക്കുന്ന ഫലം നിലനിൽക്കുന്ന ഫലമാണ്. അത് നിലനിൽക്കുന്ന ആയതുകൊണ്ടാണ് ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ആത്മാവിന്റെ ഫലമാണ്, അത് നിലനിൽക്കുന്നതാണ്. അതേക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ജഡത്തിന്റെ ഫലം ഉള്ളവരായി, അത് മനുഷ്യ ജീവനിലുള്ളവൻ മരിക്കുമ്പോൾ ആ സ്വഭാവമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് പല്ലുകടിയും കരച്ചിലും ഒക്കെ ആയിട്ട് അവിടെ നരകാഗ്നിയിൽ നിത്യനരകാത്തിൽ കിടക്കേണ്ടത്. എന്നാൽ ക്രിസ്തു തരുന്ന സന്തോഷവും യേശു ക്രിസ്തു തരുന്ന സമാധാനവും സ്നേഹവും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നിത്യതയിൽ ഫലം നിലനിൽക്കും, അത് മാറിപ്പോകുന്നതല്ല എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സുവിശേഷമാകുന്ന യേശു ക്രിസ്തുവിന്റെ വചനം എവിടെ എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള ആത്മസ്വഭാവമുള്ള മനുഷ്യരും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ലേഖനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതേക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 6-ാം വാക്യം, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. അപ്പോൾ ഈ സുവിശേഷമാകുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, സുവിശേഷത്താലുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി, നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനാൽ അറിയിക്കപ്പെടുന്ന സുവിശേഷം അത് സർവ്വലോകത്തിലും എത്തി ഫലം കായ്ച്ചു വരുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഫലം കായ്ച്ചു വന്നത് മുഖാന്തരമാണ് ദൈവകൃപയാൽ കേരളത്തിലും ഒറീസയിലും അമേരിക്കയിലും ആഫ്രിക്കയിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ സുവിശേഷം എത്തിയിടത്തെല്ലാം ക്രിസ്തുവിന്റെ സ്വഭാവം ഉള്ള അല്ലെങ്കിൽ സ്വഭാവത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മഫലമുള്ളവരെ കാണാനായിട്ട് സാധിക്കുന്നത്. യഥാർത്ഥമായ ദൈവമക്കൾ ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നവരുടെ ഉള്ളിൽ നമുക്ക് ഈ പറയുന്ന ആത്മാവിന്റെ ഗുണഗണങ്ങൾ കാണുവാൻ സാധിക്കും. അത് വാസ്തവമായും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത് നമ്മളിൽ ഒരു കാലത്ത് വിശ്വാസം വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് പരിപോഷിപ്പിക്കപ്പെട്ടത് നിലനിൽക്കുന്നതായി മാറ്റിയത് യേശുക്രിസ്തുവിന്റെ വിളി തെരഞ്ഞെടുപ്പ് മുഖാന്തരം ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്താൽ ആത്മാവിനാലാണ് നമ്മളത് സ്ഥിരതയോടെ നിൽക്കുന്നതെന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തു യേശു മുഖാന്തരമുള്ള ആ തെരഞ്ഞെടുപ്പിലൂടെ അവന്റെ ആത്മാവിനെ വചനത്തെ നമ്മളിൽ തന്ന് നമ്മൾ ക്രിസ്തുവിന്റെ ആ മുന്തിരിവള്ളിയിൽ അവന്റെ കൊമ്പുകളായി നമ്മളെ ചേർത്ത് നിർത്തി അവനിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ച്ച് 30, 60, 100 മേനി വിളയുന്ന നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്നവരാക്കിയ ദൈവം നമ്മളെ തീർക്കുന്നതിനെ ഓർത്ത് രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് പറയാൻ സാധിക്കും, കർത്താവേ നിന്റെ കൃപയാൽ എന്നെ വിളിച്ചു, അങ്ങയുടെ രക്തത്തിന്റെയും അങ്ങയുടെ വചനത്തിന്റെയും ശക്തി എന്നെ മേൽ വ്യാപരിച്ച് നിഷ്ഫലമായിരുന്ന അവസ്ഥയിൽ നിന്ന് അങ്ങയോട് ചേർന്നത് മുഖാന്തരമായി എനിക്ക് നിത്യസമാധാനവും നിത്യസന്തോഷവും നിത്യ സമാധാനവും സന്തോഷവും സ്നേഹവും ഉണ്ട്. ക്രിസ്തുയേശു മുഖാന്തരമുള്ള നിലനിൽക്കുന്ന ഫലത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പഴയ നിയമത്തിലുള്ളതിന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു അഭിഷേകമാണ് പുതിയ നിയമത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. പുള്ളി ആത്മാവിനെ ധാരാളമായി നാം ചോദിക്കുക എന്നുള്ളതിന്റെ, അത് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിച്ച് നോക്കുകയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ എന്ന് പറയുമ്പോൾ പറഞ്ഞപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് പറഞ്ഞത്. ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കരുതെന്നല്ല, പക്ഷെ ആത്മസംബന്ധമായി പ്രാർത്ഥിക്കുന്നത് കുറഞ്ഞു പോകുന്നു.
അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ കുറവാണ്. നമ്മൾ എത്ര പേര് ഈ 2025 കർത്താവേ നിന്റെ ആത്മാവിന്റെ ശക്തി എൻ്റെ മേൽ പകർന്ന് എന്നെ അങ്ങയുടെ ദിവ്യ സ്വഭാവമാക്കി തീർക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി നാം മണിക്കൂറുകളോളം നാം പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ആ സ്വഭാവത്തിന് വേണ്ടി, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ പകരപ്പെടുവാൻ വേണ്ടി, കർത്താവെ നിലനിൽക്കുന്ന ഫലം എന്നിൽ പകരണമേ, അതിന് എൻ്റെ മേൽ നിന്റെ ആത്മാവിനെ വ്യാപരിച്ച് എന്നെ പണിതെടുക്കണമേ എന്ന് ആത്മാർത്ഥമായി എത്ര പേർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ദിവസം പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കണം. കർത്താവെ നിന്റെ കൃപ എൻ്റെ മേൽ പകർന്ന് എന്നെ ക്രിസ്തുവിന് ഫലം കായ്ക്കുന്നതാക്കി തീർക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. പൗലോസിന്റെയൊക്കെ പ്രസംഗം പ്രാർത്ഥനയൊക്കെ നാം കാണുമ്പോൾ അതിനകത്ത് മറിഞ്ഞിരുന്നത് അവർ പ്രാർത്ഥിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചത് വിശ്വാസികളിൽ എല്ലാവരും ക്രിസ്തുവേശം വിളിയാളുടെ ആശയം തിരിച്ചറിഞ്ഞ് അവരുടെ തലയോളം വളരണമെന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തത്. ദിവസങ്ങളിൽ ദൈവദാസന്മാർ ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ജോലി ലഭിക്കുന്നത് ആവശ്യമാണ്, വിവാഹം നടക്കുന്ന ആവശ്യമാണ്, തലമുറ ആവശ്യമാണ്. അതിനേക്കാൾ എല്ലാറ്റേക്കാൾ ഉപരിയായി നാം പ്രാർത്ഥിക്കണം. കർത്താവേ എൻ്റെ തലമുറകളിൽ ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ തലമുറ ഞങ്ങളുടെ സഭ എല്ലാവരും ക്രിസ്തുവേശം വിളിയാളുടെ ആശയം തിരിച്ചറിഞ്ഞ് കർത്താവിന് പ്രയോജനപ്പെടുന്നവരായി വളർച്ച പ്രാപിപ്പാൻ ഇടയാകണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതാണ് നിലനിൽക്കുന്നത്, അത് മാറ്റമില്ലാത്തതാണ്. അങ്ങനെ പ്രാർത്ഥിക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ ഞങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ആത്മാവിനെ യാചിപ്പീൻ, എന്നാൽ അതിനെ ദൈവം ധാരാളമായി നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാത്തത് നമ്മൾ ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാഭിഷേകം അത് പ്രാപിച്ചു, എന്നാൽ അതിനെ ഒന്ന് ജ്വലിപ്പിച്ചെടുക്കുവാൻ, അതിൻ്റെ ധാരാളമായിട്ടുള്ള ആ വ്യാപാരം നമ്മൾ നടക്കാൻ വേണ്ടി നാം ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ വർധനവുണ്ടാകും, ദൈവത്തിന്റെ കൃപയുണ്ടാകും. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അത് പിതാവോട് അപേക്ഷിച്ചാൽ നിശ്ചയമായിട്ടും തരുമെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള തരത്തിലെന്നല്ല. പക്ഷെ നമ്മൾ വല്ലാതെ യാചിക്കുന്നത് നമ്മുടെ ഭൗതിക വിഷയത്തിന് വേണ്ടിയാണ്. നമുക്കത് ലഭിച്ചേ മതിയാകുമെന്ന് ഇതിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, അത് ദൈവത്തെ ഏൽപ്പിച്ചു, കർത്താവേ അങ്ങനെ ഗ്രഹത്തിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് ഇന്ന് വലിയൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല എങ്കിൽ, ഇന്ന് വരെയും നമ്മുടെ കാര്യം നടത്തി തന്നെങ്കിൽ, നാളെയും നമ്മുടെ ദൈവം നടത്താൻ വിശ്വസ്തനാണ്. ദൈവവിശ്വാസം ഇറങ്ങിയ പ്രിയപ്പെട്ടോടുന്ന രാത്രി ദൈവം സംസാരിക്കുന്നത്, ദൈവവേലയ്ക്ക് ഇറങ്ങിയ ദൈവം സംസാരിക്കുന്നത്, പുറകോട്ട് നോക്കിയിട്ട് ദൈവം നമ്മൾ നടത്തിക്കൊണ്ടുവന്ന വഴിയിലൊക്കെയും ദൈവം നമുക്ക് വേണ്ടതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് വരെയും നമുക്ക് കഴിപ്പാൻ ആഹാരവും, ധരിപ്പാൻ വസ്ത്രവും, കുടിപ്പാൻ വെള്ളവും തന്നിട്ടുണ്ടെങ്കിൽ, പാർപ്പാൻ ദൈവം ഭവനം തന്നിട്ടുണ്ടെങ്കിൽ, ഒന്നുമില്ലായ്മ നമ്മളെ ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായിട്ട് നമ്മുടെ ദൈവം നാളെ നടത്തുവാൻ വിശ്വസ്തനാണ്. ദിവസങ്ങളിൽ ദൈവത്തിന്റെ വിശ്വസ്തത മാറിപ്പോകത്തില്ല, ദൈവത്തിന്റെ കരുണ മാറിപ്പോകത്തില്ല. ദൈവം ഇന്നുവരെയും നമുക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അത് രാത്രി കരമുയർത്തി സ്തോത്രം ചെയ്യണം. കർത്താവേ, നീ എന്നെ വിളിച്ച നാൾ മുതൽ, നീ എന്നെ തിരഞ്ഞെടുത്ത നാൾ മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. കർത്താവേ, സമയാസമയങ്ങൾ ഞാൻ എങ്ങനെയായി തിരുവന്ന് ഭാരപ്പെട്ട സമയങ്ങളൊക്കെയും ഞങ്ങളുടെ കരുതൽ തന്നു. ഞാൻ രോഗിയായ സമയത്തും, ഞാൻ പണമില്ലാത്ത അവസ്ഥയിലും, ഞാൻ വല്ലാതെ വിഷമത്തിൽ കടന്നുപോയപ്പോഴൊക്കെയും, എന്തായിത്തീരുമെന്ന് ആകുലത എന്നെ പിടിച്ചപ്പോഴും, തലമുറകളെ കുറിച്ചൊക്കെയുള്ള ഭാരങ്ങൾ വന്നപ്പോഴും, വല്ലാതെ ഭാരപ്പെട്ടപ്പോഴും, ദൈവമേ അങ്ങ് നടത്തിയ വിശ്വസ്തതയ്ക്കായി നമുക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് നാളെക്കുറിച്ച് ഓർത്ത് നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് നടത്തിയ ദൈവം മേലാലും നടത്തുവാൻ അവൻ മതിയായവനാകുന്നു. അതുകൊണ്ട് രാത്രി ആരെങ്കിലും സന്ദേശം കേൾക്കുമ്പോൾ ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ കർത്താവേ, നിന്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ, നിന്റെ കൃപ എൻ്റെ മേൽ പകരണമേ, നിന്റെ ശക്തി എൻ്റെ മേൽ പകർന്ന് എനിക്ക് ജീവിക്കാൻ ആവശ്യമായ കൃപ നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ഞാനിന്ന് ചില ന്യൂസുകളൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ, എത്രയോ പാപം നിറഞ്ഞ, എത്രയോ പ്രതികൂലം നിറഞ്ഞ, എത്രയോ പൈശാചികത നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ, നിന്റെ കൃപയില്ലെങ്കിൽ ഈ ദുഷിച്ച ലോകത്തിൽ ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിവസം നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒന്നുകൂടി ചിന്തിപ്പാടെ തീർന്നു. ദൈവം ഇരുളിന്റെ വ്യാപാരം പ്രവൃത്തി ആ ദിവസങ്ങളിൽ സംഭവിക്കാൻ യേശുവിന്റെ മരണത്തോടടുത്തുള്ള സമയമായപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ, ഇരുളിന്റെ അധികാരമാണെന്ന് പറഞ്ഞപ്പോൾ അവർ സ്വന്തം ശക്തിയിൽ നിൽക്കുന്നുള്ള ചിന്ത വന്നപ്പോൾ കർത്താവ് പറഞ്ഞല്ല, ശിമോനെ, നിങ്ങളെ പരീക്ഷിക്കാൻ, നിങ്ങളെ പാറ്റേണ്ടതിന് പിശാച് അനുവാദം ചോദിച്ചു. എന്നാൽ നിങ്ങളുടെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണ്ടി പിതാവാൻ ദൈവത്തോട് അപേക്ഷിച്ചു, കർത്താവേ, ഇവർ വിശ്വാസം നിലനിൽക്കുവാൻ
ദൈവമേ, പിശാചു പാറ്റി പരീക്ഷിച്ച് ഇല്ലാതാക്കി കളയരുത് എന്ന് ദൈവം തോട് തൻ്റെ പുത്രനെ അപേക്ഷിപ്പാനിടയാത്തത്. അത് മുഖാന്തരമായിട്ട് ആണ് നിൽക്കുന്നത് എന്നുള്ളത് വെളിപ്പെടുത്തിയപ്പോൾ അത് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ മരിപ്പാൻ തയ്യാറാണ്. അപ്പോൾ അവന്റെ ആ സ്നേഹത്തിൽ നിന്നാണ് പറഞ്ഞതെങ്കിലും കർത്താവ് പറഞ്ഞു, നിന്റെ കഴിവ് കൊണ്ടല്ല പത്രോസ് നിൽക്കുന്നത്, അറിയിക്കാൻ വേണ്ടിയാണ് നീ എന്ന് 3 പ്രാവശ്യം എന്നെ കോഴി 2 പ്രാവശ്യം കൂന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയെന്ന് പറഞ്ഞത്. കാരണം കർത്താവ് പറഞ്ഞു, നിന്റെ കഴിവ് കൊണ്ടല്ല നിൽക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചത് കൊണ്ടാണ് നീ പരീക്ഷയിൽ തോറ്റുപോകാതെ നിൽക്കുന്നത്. ഇന്ന് രാത്രിയിലും ഈ സന്ദേശം മനസ്സിലാക്കുമ്പോൾ 2025 വിശ്വാസം നിൽക്കുന്ന ദൈവമക്കൾ പറയണം, കർത്താവെ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നീ ഞങ്ങളെ തെരഞ്ഞെടുത്തു, നീ ഞങ്ങളെ വിളിച്ചു, നിന്റെ കൃപയുടെ ആത്മാവിനെ ഞങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്നു. ആ കൃപയുടെ ആത്മാവിനിൽ അധിവസിക്കുന്നത് കൊണ്ടാണ് പാപം നിറഞ്ഞ ലോകത്തിൽ ഞാൻ വീണു പോകാതിരിക്കുന്നത്, താളടിയാകാതിരിക്കുന്നത്, ഞാൻ നശിച്ചു പോകാതിരിക്കുന്നത് അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഈ ദിവസങ്ങളിൽ നാം പറയേണ്ടിയിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. ആത്മാവിൽ എപ്പോഴും പറഞ്ഞ കർത്താവേ, അതെ, പാപം നിറഞ്ഞ ലോകത്തിൽ, പരീക്ഷിക്കപ്പെടാവുന്ന ലോകത്തിൽ, വീണുപോകാവുന്ന ലോകത്തിൽ, വഞ്ചനയിൽ പൊട്ടുപോകാവുന്ന ലോകത്തിൽ, വാഗ്ദാനങ്ങളിലും പ്രലോഭനങ്ങളിലും പെട്ടുപോകാവുന്ന ജീവിതത്തിൽ അതിനെ നമ്മെ ഏൽപ്പിക്കുക മനുഷ്യന്റെ കയ്യിൽ അകപ്പെടാതെ ദൈവം നമ്മളെ സൂക്ഷിച്ചു നിർത്തുന്നവരാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ കാവൽ എന്ന് പറയുന്നത്. നല്ല തോട്ടക്കാരനായിരിക്കുന്ന ദൈവം തൻ്റെ തോട്ടത്തെ ചുറ്റി പരിപാലിക്കുന്നുണ്ട്. അതേക്കുറിച്ച്, തോട്ടത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നനഞ്ഞിരിക്കുന്ന തോട്ടമാണെന്ന്. ദൈവം പരിപാലിക്കുന്ന തോട്ടമാണ്. ദൈവത്തിന്റെ ദൂതന്മാരുടെ പരിപാലനം ഉള്ളത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തർക്കുന്ന പിതാവിന്റെ തോട്ടം പരിപാലിക്കുന്നത് അവന്റെ ദൂതഗണങ്ങളായതുകൊണ്ട്, അവന്റെ ശക്തി ആയതുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ ദിവസങ്ങളിൽ സകലവും നിയന്ത്രിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും വിശ്വാസത്തിൽ ഒരു നിമിഷമെങ്കിലും നിൽക്കുന്നത്. ദൈവകൃപ നമ്മളിൽ നിന്ന് മാറിയാൽ ഒരു നിമിഷത്തിന്റെ ഒരു അംശത്തിൽ പോലും വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. അത്രമാത്രം പ്രബലമായ ശക്തിയാണ് ഇരുളിന്റെ ശക്തി. എന്നാൽ അതിനെ അതിജീവിക്കുന്നത് ദൈവത്തിന്റെ വെളിച്ചമാകുന്ന കൃപ കൊണ്ടാണ്. എത്ര പേർക്ക് പറയാൻ സാധിക്കും, കർത്താവേ, ഞാൻ നിൽക്കുന്നത് അങ്ങയുടെ കൃപ കൊണ്ടാണ്. അപ്പോൾ പാപം പെരുകിയെടുത്ത് ദൈവത്തിന്റെ കൃപയും എന്ത് ചെയ്തു? വർദ്ധിച്ചു വന്നു. ഇതിന്റെ അർത്ഥം, പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിൽ പാപം പെരുകുമ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ നൽകും. അതല്ലെങ്കിൽ നാം പാപത്തിൽ പെട്ടുപോകും. അതേക്കുറിച്ച് നമുക്കറിയാം. നോഗയുടെ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ, നോഗയ്ക്ക് ആ കാലത്ത് ദൈവത്തിന് കൃപ ലഭിച്ചെന്ന് പറയുന്നതിന്റെ കാരണം അവനും അവന്റെ കുടുംബത്തിനും അവിടെ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ ദൈവകൃപ. അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, അന്ന് എല്ലാവരും പാപത്തിൽ അകപ്പെട്ടു പോയപ്പോൾ ദൈവത്തിന് കൃപ ലഭിച്ചുകൊണ്ട് അവർക്ക് നിൽക്കാൻ കഴിഞ്ഞത്. പാപം പെരുകിയപ്പോൾ ദൈവത്തിന്റെ കൃപയും നോഗയുടെ മേൽ വർദ്ധിച്ചു ഒരാടെ തന്നു. ഈ കാലഘട്ടങ്ങളിൽ പാപം പെരുകുമ്പോൾ നമ്മെ ദൈവം വിളിച്ചതുകൊണ്ട്, ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി ദൈവമാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട്, ദൈവത്തോട് നാം അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപയെ നമ്മുടെ മേൽ പകരപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പത്രോസിനെയും മറ്റു ശിഷ്യന്മാരെ നിർത്തി ദൈവകൃപയായിരുന്നു. എന്നാൽ അത് അവന് അങ്ങനെയാണെന്ന് അവന് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. കർത്താവിന്റെ കൃപയിൽ നിന്ന് ഒരല്പസമയം അവൻ പിൻപോട്ട് പോയി. പത്രോസ് അകലം വിട്ട് അവനെ അനുഗമിച്ചത് കാണിക്കുന്നത്, ക്രിസ്തുവിൽ നിന്ന് അവൻ അല്പം അകലം വിട്ട് കഴിഞ്ഞപ്പോൾ, ദൈവകൃപയിൽ നിന്ന് അല്പം അവൻ അകലം വിട്ടപ്പോൾ അവൻ തള്ളിപ്പറഞ്ഞു. രാത്രിയിലും പ്രിയപ്പെട്ടവരെ, എൻ്റെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വർഷത്തിന്റെ കണക്ക് എത്രയേ ഉള്ളൂ? ഞാൻ നിങ്ങളും യേശുവിന് വേണ്ടി നിൽക്കുന്നവരാണെന്നൊക്കെ പറയുന്ന എന്നാൽ കൃപ ഞാൻ പറയട്ടെ, നാം ഏതെങ്കിലും സാഹചര്യത്തിൽ അകലം വിട്ടാൽ ഇതുവരെയും നാം കൊണ്ടുവന്ന സകല വിശ്വാസ ജീവിതവും നിമിഷങ്ങൾക്കുള്ളിൽ തകിടം മറിഞ്ഞു പോകും. നാം തള്ളിപ്പറയാനിടയത്തിലും വിശ്വാസം അന്യപ്പെട്ടു പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ദൈവകൃപ നമുക്ക് അനുദിനം ആവശ്യമാണ്. മറ്റെന്തിനേക്കാളും നാം ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, നിന്റെ കൃപയ്ക്കുള്ളിൽ എന്നെ മറച്ചുകൊള്ളണമേ, എൻ്റെ തലമുറയെ മറച്ചുകൊള്ളണമേ, എൻ്റെ സഭ ദൈവമക്കളെ മറച്ചുകൊള്ളണമേ. ആരും ദൈവകൃപ വിട്ട് പിന്മാറി കൈപ്പുള്ള വേര് മുളയ്ക്കുവാൻ ഇടയാകാതെ കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആരും ദൈവകൃപ വിട്ടുമാറാതിരിക്കാൻ വേണ്ടിയാ കഷ്ടം സഹിക്കുന്നവരോട് കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവരോട് കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അവർ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. അവരോട് ചേർത്ത് നിർത്തി അവരോട് ഒരുമിച്ച് ഞാൻ കഷ്ടം സഹിക്കുമ്പോൾ, രോഗമായിരിക്കുമ്പോൾ, പ്രയാസമായിരിക്കുമ്പോൾ എന്നെ നിങ്ങൾ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്നത്, എന്നിൽ നിന്ന്
ദൈവകൃപ വിട്ടുമാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നതിനായ സ്തോത്രം. അതുകൊണ്ട് അകത്തമതയ്ക്ക് നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് തന്നെ. ഇതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചിരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് നാം അപേക്ഷിക്കുന്നത്. പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ചെയ്തു തരും. നിശ്ചയമായിട്ട് ഞാൻ ഒരു വാക്കുകൂടി എന്ന് പറയട്ടെ. ഇന്ന് വരെ നടത്തിയ ദൈവം മേലാലും നമ്മെ നടത്തും. നാം അതേക്കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടതായ തക്ക സമയങ്ങളിൽ ആവശ്യമായ സഹായക്കാരെ, ആവശ്യമായ വഴികളെ ദൈവം തുറന്നു തന്ന് നമ്മയും നമ്മുടെ തലമുറകളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കർത്താവ് ജയോത്സവമായി നടത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. എല്ലാ ആകുലതകളും ഒഴിഞ്ഞു പറയണം. ദൈവം എന്നെ തെരഞ്ഞെടുത്തത് ഞാൻ നശിച്ചു പോകുവാൻ വേണ്ടിയല്ല, അവന് വേണ്ടി ഫലം കഴിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് അവനോട് വസിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ ആത്മഫലങ്ങൾ വെളിപ്പെടുവാൻ ദൈവമാക്കിയിരിക്കുന്നു. അതിന്റെ വർധനവുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ വേണം നാം പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ വേണ്ടി. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുക. പറഞ്ഞ എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. നിങ്ങളുടെ ഫലം നിലനിൽക്കണം. ഈ ഫലം എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം അത് വർദ്ധിച്ചു വരണം. അത് അനുദിനം വർദ്ധിച്ചു വന്നാൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരായി, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. അത് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ സ്നേഹം കുറഞ്ഞു പോകാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണേ പ്രാർത്ഥിക്കും. പലപ്പോഴും നമുക്ക് പലരുടെയും ഇടപെടലുകളും പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ എൻ്റെ പ്രവൃത്തി പക്ഷേ നിങ്ങൾക്ക് വാക്കുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നീരസം തോന്നും. ഇടപെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നും. അത് സ്വാഭാവികമാണ്. എന്നാൽ നമുക്ക് ദിവസം പ്രാർത്ഥിക്കാൻ, കർത്താവേ ഞങ്ങളുടെ സ്നേഹം വർദ്ധിച്ചു വരുവാൻ, ഞങ്ങൾ ആത്മസ്വഭാവങ്ങളെ കാണപ്പെടുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് ദിവസം ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥന. നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വരണം. നമ്മൾ അവരോട് ഇടപെട്ട് കഴിയുമ്പോൾ, ഓരോരുത്തരോട് ഇടപെട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്നേഹം വർദ്ധിക്കുക ചെയ്യേണ്ടതല്ലാതെ ഇത് കുറഞ്ഞു പോകുവാൻ ഇടയാകരുതെന്നും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മെ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ നമ്മുടെ ജീവിതം മറ്റുള്ളവരോട് ഇടപെടുന്ന മുഖാന്തരമായി നമ്മുടെ സ്നേഹം തമ്മിൽ വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മളെ ഒരു പക്ഷേ ചെറുതാക്കാൻ അല്ലെങ്കിൽ പലതും ചെയ്യാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അവരോട് നമുക്ക് ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് മാറി നിൽക്കുക എന്നാണ് ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും സ്നേഹിപ്പാനുള്ള, തമ്മിൽ സ്നേഹിപ്പാനുള്ള, ആരും വലിപ്പം കാണിക്കാതെ തമ്മിൽ സ്നേഹിക്കുന്ന ക്രിസ്തുവിന്റെ ഭാവം നമ്മൾ ഉണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. തുടർന്ന് ഞാൻ വേഗത്തിൽ പോകാം. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിയുക. കർത്താവ് പറഞ്ഞു, ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകം നമ്മളോട് എന്തെല്ലാം ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോകം നമുക്കെതിരായിട്ട് എന്തെല്ലാം ചെയ്യും? ലോകം നമ്മളെ പകയ്ക്കും, ലോകം നമ്മളെ ഉപദ്രവിക്കും, ലോകം നമ്മളെ പള്ളിഭ്രഷ്ടന്മാരാക്കും. 3 കാര്യങ്ങളെ കുറിച്ച് കർത്താവ് സംസാരിച്ചിരിക്കുന്നത്. ലോകം ദൈവമക്കൾക്കെതിരെ നിൽക്കുന്നത്, ദൈവം പറഞ്ഞു അവർ നിങ്ങളെ പകയ്ക്കും. രണ്ടാമത് കർത്താവ് പറഞ്ഞു, അതിന്റെ 20-ാമത്തെ വാക്യം, അവർ നിങ്ങളെ ഉപദ്രവിക്കും. 16-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു പള്ളിഭ്രഷ്ടന്മാരാക്കും. എന്നാൽ യഹൂദന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും. അത് ജാതികളുടെ ബന്ധത്തിൽ ഏത് മതത്തിന്റെ വിഷയമാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, അവ നമ്മളെ പകയ്ക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ പുച്ഛമായിരിക്കും. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പിന്നാലെ പോയത് കൊണ്ട് പാരമ്പര്യങ്ങളെ വിട്ടുപോയത് എത്ര വലിയ ചെറിയ പാരമ്പര്യമാണെങ്കിലും അതിൽ നിന്ന് പോകുമ്പോഴത്തേന് മറ്റുള്ളവർ നമ്മളെ പകയ്ക്കും, നമ്മളെ പുച്ഛിക്കും. എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ ഗുണമില്ലാത്തവനായി തീർന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കും, പകയ്ക്കും. എന്നാൽ കുറെ കഴിയുമ്പോൾ നമ്മളെ പകച്ചവർ അവർ അത്ഭുതപ്പെടുവാണ്ടത്. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഈ പകയ്ക്കതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതേക്കുറിച്ച് വേഗത്തിൽ വായിച്ചു വരാം. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചിരിക്കുന്നുവെന്ന് അറിവീൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ടു ലോകം നിങ്ങളെ പകയ്ക്കും. എന്തുകൊണ്ടാണ് ലോകം നമ്മളെ പകയ്ക്കുന്നത്? ലോകത്തിൽ നിന്ന് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. എങ്ങനെ തെരഞ്ഞെടുത്തത്? സാമാന്യരായിരുന്നു, ഒന്നുമില്ലാത്തവരായിരുന്നു. അപ്പൊ അവർ ചോദിച്ചു, ഞങ്ങളുടെ ഇത്രയും പഠിത്തമുള്ളവർ, ജ്ഞാനികളായിട്ടുള്ള അനേകരുള്ളപ്പോൾ അവരെ അല്ലല്ലോ തെരഞ്ഞെടുത്തത്, നിങ്ങളല്ലേ എന്ന് പറഞ്ഞ രീതി നമ്മളെ പകയ്ക്കും. പലപ്പോഴും അറിയാം, പലരും പറയും ഞങ്ങളുടെ ഇടയിൽ ഇത്രയും ജ്ഞാനികളായിട്ടുള്ളവരുണ്ട്. സുവിശേഷം അറിയിക്കാനൊക്കെ പോകുമ്പോൾ പറയും
ഞങ്ങളുടെ ഇന്ന ആൾക്കാർക്ക് ഇത്രയും പഠിത്തമുള്ള ആൾക്കാർ അവരൊക്കെ ഇതിനകത്ത് നിൽക്കുന്നത്, നിങ്ങൾക്ക് എന്ത് പഠിത്തമുണ്ട്, നിങ്ങൾക്ക് എന്താ അറിയാം എന്നൊക്കെ അവർ നമ്മൾ ചോദിക്കുക, നമ്മളെ പകയ്ക്കുകയാണ് അവർ. പറഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാർക്ക് ഇത്രയും വർഷം പഠിച്ചവർ, അവരൊക്കെ അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാ, അവരെക്കാൾ നിങ്ങൾ എന്നാ ശ്രേഷ്ഠന്മാരാണോ, നിങ്ങൾ വലിയവരാണോ എന്നുള്ള ചെയ്തില്ല. യേശുക്രിസ്തു ലോകത്ത് വന്നപ്പോഴും അതേ മനോഭാവമായിരുന്നു അന്നത്തെ ആ മേധാവിത്വങ്ങൾക്കുണ്ടായിരുന്നത്. ആ പറഞ്ഞത്, ഞങ്ങൾക്ക് വസ്ത്രങ്ങളുണ്ട്, ഞങ്ങൾക്ക് സ്ഥാനമുണ്ട്, മഹിമയുണ്ട്, ഇതെല്ലാം ഉണ്ട്, നിനക്കെന്തുണ്ട് എന്ന് പറഞ്ഞ് അവർ യേശുവിനെ പകയ്ക്കാനിടയായിരുന്നു. സുവിശേഷ വയലിറങ്ങിയവർക്ക് അറിയാം ഈ പക എന്താണെന്നുള്ളത്. യഥാർത്ഥമായ സുവിശേഷം പറഞ്ഞവർക്ക് അത് അനുഭവിച്ചിട്ടുണ്ട്. ലോകം നമ്മളെ പകയ്ക്കുന്നത്, അപ്പോൾ നമ്മളെ നിസ്സാരമായി കണക്കാക്കുന്നത്, പുച്ഛിക്കുന്നത്, പലപ്പോഴും വിചാരിക്കുന്നത് നാം പലരുടെ ഏജന്റുമാരാണെന്ന് വിചാരിക്കുന്ന ചിന്താഗതിക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നാം ആരുടെയും ഏജന്റുമാരല്ല. സ്വർഗം നമ്മൾ കമ്മീഷൻ ചെയ്തിരിക്കുന്ന ആ അഭിഷേകത്തിന് ദൂതുമായി നാം കടന്നു പോകുന്നത് ക്രിസ്തു നമ്മളിൽ പകർന്നിരിക്കുന്ന അത് സന്ദേശം അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ യേശു പറയുകയാണ്, നിങ്ങൾ ലോകക്കാരല്ല, കാരണം ഞാൻ ലോകത്തു നിന്ന് നിങ്ങളെ തിരഞ്ഞതുകൊണ്ട് ലോകം സ്വന്തമായി എന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തുനിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ലോകം നിന്നെ പകയ്ക്കുന്നത്. നിന്റെ സ്വന്തക്കാർ, നിന്റെ മാതാപിതാക്കൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ള പലരും നമ്മളെ പകയ്ക്കുന്നതിന്റെ കാരണം ഇതാണ്. പിന്നീട് ദൈവം അത് കൃപയാൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും നാം ഇറങ്ങിയിരിക്കുന്ന നല്ല വഴിയാണെന്നുള്ളത്. എന്നാൽ ചിലർക്ക് ഒരിക്കലും അത് അങ്ങനെ ചിന്തിക്കത്തില്ല. അവരെപ്പോഴും നമ്മളെ പകച്ചുകൊണ്ടിരിക്കും. അതേക്കുറിച്ച് ബൈബിൾ പറഞ്ഞ് തുറന്നു പറയിക്കുന്നത്, അവർ വെറുതെ എന്നെ പകച്ചെന്നാണ്. വെറും വിശ്വാസി വരുമ്പോൾ, സത്യമാർഗത്തിലേക്ക് വരുമ്പോൾ എന്തിനാ ഭയക്കുന്നത്? ഇതിന് മദ്യപാൻ നിൽക്കുമ്പോൾ, അവന്റെ ദുർമാർഗത്തിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിച്ച് മാനസാന്തരപ്പെടുമ്പോൾ, അവൻ നല്ലവനായി ജീവിക്കുമ്പോൾ എന്തിനാ ലോകം ഭയക്കുന്നത്? അപ്പോൾ മറ്റൊരു രീതിയിൽ നടന്ന ഒരു കുഴപ്പമില്ലായിരുന്നു, എന്നാലൊന്നും ആർക്കൊരു പ്രശ്നമില്ലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വന്ന് അവന്റെ ഭാവജീവിതത്തിൽ നിന്ന് മാറ്റമുണ്ടായി അവൻ നല്ലവനായി ജീവിച്ചു കഴിയുമ്പോൾ ലോകക്കാർ അവനെ ഭയക്കുവാനായിട്ട് തുടങ്ങും. അതാ പറഞ്ഞിരിക്കുന്നത്, സംഗീതത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, അവൻ വെറുതെ എന്നെ പവിതാതിലേക്ക് വരും. കഥ പറഞ്ഞു, ഞാൻ എന്തെല്ലാം അനുഭവിച്ചുവോ അതെല്ലാം നിങ്ങൾ അനുഭവിക്കണം. ഇതിനർത്ഥമെന്നോട് ഞാൻ പറയാം, എന്തിനു വേണ്ടി എന്നറിയാമോ? എന്തിനു വേണ്ടിയാണ്? യേശു അനുഭവിച്ചതെല്ലാം അതിൻ്റെ ഒരു ഭാഗം ഞാനും നിങ്ങളും അനുഭവിക്കണം. എന്തിനു വേണ്ടിയാ? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അതിന്റെ കാരണം, നമ്മെ ദൈവം തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാ? യേശുവിനുള്ളതെല്ലാം നാം അവകാശിയാകേണ്ടതിന് വേണ്ടിയാണ് യേശു അനുഭവിച്ചതെല്ലാം നാമും അനുഭവിക്കുന്നത്. ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഇതിനു വേണ്ടി നാം ഇത് ദിവസം കഷ്ട സഹിക്കുന്നത്, എന്തിനുവേണ്ടി മറ്റുള്ളവർ നമ്മളെ ഭയക്കുന്നത്, എന്തിനുവേണ്ടി മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കുന്നത്, എന്തിനുവേണ്ടി നമ്മളെ അവർ പള്ളിഭക്ഷന്മാരാക്കുന്ന ചോദിക്കുമ്പോൾ, യേശുവിനെ അവർ റിജക്റ്റ് ചെയ്തു, തള്ളിക്കളഞ്ഞു. അതേക്കുറിച്ച് വളരെ വിസ്താരമായി സംസാരിക്കാനുണ്ട്. ദൈവത്തിന് ആത്മാവ് അതേക്കുറിച്ച് സംസാരിക്കുന്നത്. അത് ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം നിർത്തി തീർക്കാം. അപ്പൊ ഈ കർത്താവിനെ എങ്ങനെ തള്ളിക്കളഞ്ഞു എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ എന്നെ വെറുതെ പകച്ചെന്നാണ് പറയുന്നത്. വെറുതെ എന്നെ പകച്ചു. സംഗീതത്തിന് 35:19 സംഗീതത്തിന് 69:4 യേശുവിനെ പകച്ചതിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയാൽ നമുക്ക് എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിനെ പകച്ചത് എന്നുള്ളത് നമുക്കറിയാം. വെറുതെ അവനെ പകച്ചു, ഒരു കാരണമില്ലാതെ. യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് അവർ പകച്ചത്? എന്ത് തെറ്റാണ് ഈ കർത്താവ് ചെയ്തത്? അവരുടെ രോഗികളെ സൗഖ്യമാക്കിയതാണോ? അഞ്ചപ്പം കൊണ്ട് അവർക്ക് ആഹാരം കൊടുത്താണോ? ലാസനെ ഉയർപ്പിച്ചത് കൊണ്ടാണോ? മറ്റെന്തുകൊണ്ടാണ് അവർ പകയ്ക്കാൻ കഴിയും? ഒരു കാരണവുമില്ലാതെ അവർ അവനെ പകയ്ക്കുവാനിടയായിരുന്നു. സംഗീതത്തിന് 35:19 വാക്യം നിവൃത്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ് അത് രേഖപ്പെടുത്തുന്നത്. 19 വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 19 വാക്യം, വെറുതെ എനിക്ക് ശത്രുക്കളായവർ എന്നെ കുറിച്ച് സന്തോഷിക്കരുതേ, കാരണം കൂടാതെ എന്നെ ഭയക്കുന്നവർ കണ്ണുമീക്കുകയും അരുത്. അതിൻ്റെ അർത്ഥം കർത്താവ് പറഞ്ഞു, വെറുതെ എന്നെ ദ്രോഹിക്കുന്നവർ, ശത്രുക്കളായവർ എന്നെ കുറിച്ച് സന്തോഷിക്കരുതേ, കാരണം കൂടാതെ എന്നെ ഭയക്കുന്നവർ കണ്ണുമീക്കുകയും അരുത് എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണ് അടഞ്ഞ് സ്വസ്ഥ അനുഭവിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കൂടാതെ എന്നെ ഭയക്കുന്നവർ കണ്ണുമീക്കുകയും അരുത്. പ്രിയപ്പെട്ടവരെ, കാരണം കൂടാതെയാണ് യേശുവിനെ പകച്ചു. 69 സംഗീതത്തിൽ 4 വാക്യത്തെ അതേക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാരണം കൂടാതെ പകച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ, യേശുവിനെ പകയ്ക്ക് മാത്രമേ തള്ളിക്കളയും കൂടി ചെയ്തു. അതിൻ്റെ 10 ലേഖനത്തേക്ക് വരുമ്പോൾ കർത്താവിനെ തള്ളിക്കളഞ്ഞതിനെ കുറിച്ച് പറയുകയാണ്. അവർക്ക് യേശുവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല, അവർ അവനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ക്രിസ്തു ആരാണെന്നുള്ളത് അറിയാതെ അവനെ തള്ളിക്കളഞ്ഞു. അതിന്റെ 2-7 വാക്യം, നിങ്ങൾക്ക് അമാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തറക്കൽ പാറയുമായി അവർ വചനമനുസരിക്കാകിയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചുമിരിക്കുന്നു.
അപ്പോൾ രണ്ട് കൂട്ടരെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന്, യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിച്ചെടുത്ത് പറഞ്ഞു, നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കല്ല് തന്നെ മൂലക്കല്ല് ഇടക്കൽ തറങ്കൽപ്പാറയുമായിരിക്കുന്നു, അവർ വചനമനുസരിക്കായാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചു വയ്ക്കും. ഇതെല്ലാം ഈ തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കേണ്ടതാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തില് പോകരുന്നതിനെ കുറിച്ചുള്ള പറഞ്ഞിരിക്കുന്നത് ഇതോട് ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇടറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. എന്തുകൊണ്ട് ഇടറിപ്പോകാതെ? അവർ വചനം അനുസരിക്കായി ഇടറിപ്പോകുന്നു. യേശുവിനെ അനുസരിക്കായി കൊണ്ട് അവർ ഇടറിപ്പോയി. അവർക്ക് അത് ഇടർച്ചക്കല്ലായി തീർന്നു, തടങ്കൽപ്പാറയായി തീർന്നു. ഒരിക്കലും അവർക്ക് വെളിയിൽ വരാൻ കഴിയാതായി പോയി. അത് കണ്ടുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വീട് പണിയുന്ന തള്ളിക്കളഞ്ഞ കല്ല് തന്നെ. ഇപ്പൊ കർത്താവ് പറയുന്ന അവസാനത്തിലേക്ക് നമ്മുടെ വിടവാങ്ങൽ പുസ്തകത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനത്തിന് നിവൃത്തികരണമായി തിരികെ വെറുതെ എന്നെ പകയ്ക്കുക. വീട് പണിയുന്ന തള്ളിക്കളഞ്ഞ കല്ല് അവർ എന്നെ തള്ളിക്കളയും, എന്നാൽ അത് മൂലക്കല്ലായി തീരും. പിതാവാം ദൈവം പണിയുന്ന സ്വർഗീയ ഹേഗത്തിന്റെ മൂലക്കല്ലായി തീരുവാൻ യേശു ക്രിസ്തു മറ്റുള്ളവരാൽ ഭയക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, ഉപദ്രവിക്കപ്പെട്ട്, തള്ളിക്കളയപ്പെട്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആത്മീർഗത്തിന്റെ കല്ലുകളായി തീരുമ്പോൾ നമുക്കും ക്രിസ്തു അനുഭവിച്ചതെല്ലാം ഞാനും നിങ്ങളും അനുഭവിക്കണം. ഇതിനകത്ത് കൂടെ ഞാൻ പറയാം, എന്തിനു വേണ്ടിയാണ് നാം കഷ്ടം സഹിക്കുന്നത്? ക്രിസ്തു അനുഭവിച്ച ഉപദ്രവം, യേശു അനുഭവിച്ച പക, യേശുവിനെ അവർ പകച്ചത്, യേശുവിനെ അവർ ഉപദ്രവിച്ചത്, അവനെ നിഷ്കാഷണം ചെയ്ത് അതിൽ നിന്ന് തള്ളിക്കളഞ്ഞത് സംഭവിക്കേണ്ടതായിരുന്നു. അത് നമ്മളിൽ ഉണ്ട്. എന്നാൽ നിത്യതയിൽ ദൈവത്തിനോട് കൂടെ നാം അവകാശികളായി തീരേണ്ടതിന് വേണ്ടിയാ. അതുകൊണ്ട് തളർന്നു പോകരുത്, ഭാരപ്പെട്ടു പോയി ഇടറിപ്പോകരുത്. ദൈവജനം സത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് നിലനിൽക്കണമെന്നുള്ള സന്ദേശമാണ് ദൈവം തന്റെ ശിക്ഷഗണത്തെ പറഞ്ഞ് അവരെ ഉത്ബോധിപ്പിച്ചുണർത്തുകയാണ്. അതാ പറഞ്ഞു, നിങ്ങൾ ഇടറിപ്പോകരുത്, ഞാൻ അനുഭവിച്ചതൊക്കെ നിങ്ങൾ അനുഭവിക്കും. അവർ എന്നെ പകച്ചുവെങ്കിൽ നിങ്ങളെയും പകയ്ക്കും, അവർ എന്നെ ഉപദ്രവിക്കുന്നെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും, അവർ പള്ളി ഭ്രഷ്ടരാക്കുകയും നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. എന്നാൽ ഒരു കാര്യമുണ്ട്, ഇടറിപ്പോകരുത്. ഞാൻ പോകുന്ന മഹത്വത്തിലേക്ക്, ഞാൻ പ്രവേശിക്കാൻ പോകുന്ന ആ സ്വർഗത്തിന്റെ അവകാശികളായി തീരാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത്. ഇന്ന് രാത്രി സന്തോഷമുള്ള എത്ര പേരുണ്ട്? നാം അനുഭവിക്കുന്ന കഷ്ടതകൾ, നാം അനുഭവിക്കുന്ന ഉപദ്രവം, നാം അനുഭവിക്കുന്ന പക, അല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും, ലോകത്തിൽ എവിടെയെല്ലാം ദൈവമക്കൾ കഷ്ടം അനുഭവിക്കുന്നുവോ ഭാരപ്പെട്ടു പോകരുത്, ഇടറിപ്പോകരുത്. അത് നിത്യതയിൽ നാം അനുഭവിക്കാൻ പോകുന്ന അവകാശികളായി തീരുവാൻ വേണ്ടിയാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഭക്തന്മാർ പാടിയത്, നാം ക്രിസ്തുവിൽ അവകാശികളായി തീരുവാൻ വേണ്ടിയാണ് നാം കഷ്ടം സഹിക്കുന്നത്. കർത്താവിനോട് കഷ്ടം സഹിച്ചാൽ അവനോട് കൂടെ വാഴുവാനായിട്ട്. അപ്പൊ ഈ സന്ദേശം ബാക്കിയുള്ള ഭാഗം ഇതിനോട് ബന്ധപ്പെട്ട കിടക്കുന്നത്, ഏത് വായിച്ചു വിട്ടാൽ മതി. ഈ സന്ദേശം അവസാനിപ്പിക്കാം. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ഭയക്കുന്നു. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിൻ. 13-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ കർത്താവ് ഇത് പറഞ്ഞ് ഓർപ്പിച്ചിരുന്നു. 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവ് ഇതേ വചനം അവരെ പറഞ്ഞ് ഓർപ്പിച്ചു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. പറഞ്ഞ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ മാതൃകയാക്കിയാൽ മതി. ഞാൻ എന്തായിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കുക. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിൽ. യജമാനായിരിക്കുന്ന ഞാൻ ദാസനായ ലോകത്തിൽ വന്നു, പിതാവാൻ ദൈവത്തിന്റെ പുത്രനായി ലോകത്തിൽ വന്നു. ഞാൻ യജമാനാണ്, ഞാൻ ഗുരുവാണ്. പക്ഷെ എന്നാൽ ഞാൻ അനുഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ബഹുമാനം ലഭിക്കും. എന്ന് പറഞ്ഞാൽ എന്തെല്ലാം എനിക്ക് ലഭിച്ചോ അത് നിങ്ങൾക്ക് ലഭിക്കും. പറഞ്ഞത് അവർ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞ വാക്ക് ഓർക്കുകയും, അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും. എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേത് പ്രമാണിക്കും. കർത്താവ് രണ്ട് കൂട്ടരുണ്ട്, അത് ഒന്നെങ്കിൽ ഉപദ്രവിക്കും അല്ലെങ്കിൽ പ്രമാണിക്കും. ഇത് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. 2 തിമോഥെയോസ് അതിന്റെ 3-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ യേശു പറഞ്ഞ വചനം പൗലോസ് എടുത്തു പറഞ്ഞു. പൗലോസ് അങ്ങനെ ഉപദ്രവിച്ച് നടന്നവനായിരുന്നു. എന്നിട്ട് അവൻ രേഖപ്പെടുത്തി, ക്രിസ്തു യേശു വന്നപ്പോൾ എനിക്കും അതേ ഉപദ്രവമുണ്ട്. അത് കർത്താവിന്റെ വചനത്തിൽ പൗലോസ് വന്നു കഴിഞ്ഞപ്പോൾ, ആകർഷനായിട്ട് കഴിഞ്ഞപ്പോൾ അവനതേക്കുറിച്ച് പറയുകയാണ് ഉപദ്രവമുണ്ടെന്നുള്ളത്. 2 തിമോഥെയോസ് 3-ാം അധ്യായം 12-ാം വാക്യം 12-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ക്രിസ്തു യേശുവിൽ ഭയഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. അപ്പൊ ഇവിടെ ഈ പൗലോസ് അനുഭവിച്ച യഹൂദന്മാരുടെ കസ്റ്റഡിയും അതേക്കുറിച്ച് നമുക്കറിയാം. അവനെ എത്ര പ്രാവശ്യം കല്ലെറിഞ്ഞു, എത്ര പ്രാവശ്യം അടികൊണ്ടു, എന്തെല്ലാം അവൻ അനുഭവിച്ചു, മരിച്ചവനെ പോലെ വലിച്ചെറിഞ്ഞു. പക്ഷേ പൗലോസ് പറയുക, അതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. കാരണം
ഞാൻ നിത്യതയിൽ അവനോടുകൂടെ വാഴുവാനുള്ളവനാണ്. ഇവിടെ സുഖലോലുപനായി എല്ലാ അധികാരമുള്ളവനായി ഞാൻ ഒരുപക്ഷെ എനിക്ക് വാഴാമായിരുന്നു, ജീവിക്കാമായിരുന്നു. പക്ഷെ അതൊക്കെ ഇവിടെ കൊണ്ട് തീർന്നു പോകുമ്പോൾ, കല്ലറ കൊണ്ട് അസ്തമിക്കുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി കൂടുതലായി കഷ്ടം സഹിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു, അത് ഞാൻ അഭിമാനിക്കുന്നു. ഇനിയും അധികമായി അത് ഞാൻ അനുഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ കാരണം നിത്യതയിലെ തേജസ്സിന്റെ കനമോർക്കട്ട. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശുവിൽ ഭയഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ഈ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ദൈവവചനം അനുസരിച്ച് നടക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അതല്ലാതെ വിശ്വാസികളെടുത്ത് വിശ്വാസിയും അവിശ്വാസികളെടുത്ത് അവിശ്വാസം ചെന്ന് കഴിഞ്ഞാൽ അവന് മാറ്റം ഉണ്ടാകത്തില്ല. ആ ദൈവിക വ്യവസ്ഥയുടെ വേർപാട് അനുഷ്ഠിക്കുന്നവന് അവിടെ ഉപദ്രവിക്കും. പക്ഷേ നമ്മളെ ഉപദ്രവിച്ച അവസാനം നമുക്കത് ഗുണകരമായി തീരുകയുള്ളൂ. എവിടെയെല്ലാം ദൈവമക്കൾ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം അവർ ദൈവമക്കളെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അത് ക്രിസ്തുയേശു വന്നതിന്റെ മുഖാന്തരമായി ആരെല്ലാം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, ഉപദ്രവിക്കപ്പെട്ടുള്ളോ, അതിനു വേണ്ടിയാണ് ഉപദ്രവിക്കപ്പെട്ടത് നിശ്ചയമായിട്ട് അവിടെ ദൈവം നമ്മളെ ആരാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതും രാത്രി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായി കൊണ്ട് എൻ്റെ നാമനിമിത്തം ഇതൊക്കെ നിങ്ങളോടും ചെയ്യും. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. കർത്താവ് പറയുകയാണ്, പാപമില്ല, ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ലോകത്തോട് യേശു സംസാരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. യുവതിമാരെ നോക്കി കർത്താവ് പറയുക, ഞാൻ വന്ന് അവരോട് സംസാരിച്ചിട്ടില്ലായെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സംസാരിക്കുകയും അവൻ വെളിപ്പെടുത്തുകയും ചെയ്തു ആരാണെന്നുള്ളത്. പിതാവാൻ ദൈവത്തെ വെളിപ്പെടുത്തി. ഈ പുസ്തകത്തിൽ ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പദവിയിലെ കുരുടനെ കർത്താവ് സൗഖ്യമാക്കിയ സമയത്തും ഇതേക്കുറിച്ച് കർത്താവിടെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കുരുടന്മാരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നുവെന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. നിങ്ങൾ കുരുടന്മാരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നുവെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. 9-ാം അധ്യായം അതിന്റെ 40-ാം വാക്യമാണ്. അവനോട് കൂടെയുള്ള ചില പരീക്ഷന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങൾ കുരുടന്മാർ എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ കുരുടർ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപം ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നുവെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു, ഇവൻ പിറവിലെ കുരുടനായിരുന്നു, അവൻ കാഴ്ച പ്രാപിച്ചു, അവൻ എന്നെ കാണുവാൻ ഇടയായിരുന്നു. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് പുറമേയുള്ള കണ്ണുകൊണ്ട് എന്നെ കാണുവാൻ കഴിയും, നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ അടഞ്ഞിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കാത്തതുകൊണ്ട്, നിങ്ങളുടെ ആത്മീയ കണ്ണിന്റെ കുരുട്ട് മാറാത്തതുകൊണ്ട്, ആ അന്ധത മാറാത്തതുകൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. രാത്രിയിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ടതുകൊണ്ട്, നാം പാപത്തിൽ നിന്ന് ക്രിസ്തുയേശു നമ്മൾ വന്നതുകൊണ്ട്, നമ്മൾ പാപിയാന്നുള്ള മനസ്സിലാക്കി നാം കർത്താവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്ത് അവൻ നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ നീക്കപ്പെടുവാൻ തന്നു. അപ്പൊ പാപം നിൽക്കുന്നു, പാപം നീങ്ങിപ്പോകുന്നു. ദൈവകൃപയാൽ പാപം നിൽക്കുന്നവരായിട്ടാണോ നാം നിൽക്കുന്നത്? അല്ല. രാത്രി പറയണം, യേശു ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തുകൊണ്ട്, ക്രിസ്തു യേശുവിന്റെ രക്തത്തിൽ ശക്തിയുള്ളതുകൊണ്ട്, അവനെ എനിക്ക് കാണാൻ കഴിഞ്ഞതുകൊണ്ട്, കാലുകൾ എനിക്ക് വേണ്ടി യാഗമാറ്റുന്ന യേശുവിനെ എനിക്ക് ദർശിപ്പാൻ കഴിഞ്ഞതുകൊണ്ട്, അവൻ എന്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചെന്നുള്ളത്, അവന്റെ തലയിൽ മുൾക്കിരീടമേന്തി അവന്റെ തലയിൽ നിന്ന് രക്തമിറ്റിറ്റ് വീണത്, അവന്റെ മുറിവുകളിൽ നിന്ന് രക്തമിറ്റിറ്റ് വീണത് എന്റെ പാപത്തിന് വേണ്ടിയാ, എന്റെ തലമുറയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതിനുവേണ്ടി എന്റെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ടതുകൊണ്ട് പാപം നമ്മളിൽ നിൽക്കുന്നില്ല. പാപം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോയതിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. പാപം നമ്മളിൽ വാഴുന്നില്ല. നിത്യജീവൻ നമ്മളിൽ വാഴുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അവരെ ലോകം പകയ്ക്കും, ലോകം അവരെ ഉപദ്രവിക്കും. എന്താ പറഞ്ഞു, ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. നിങ്ങൾ ആത്മീയ അന്ധത മാറി നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരുന്നെങ്കിൽ പാപം നിൽക്കത്തില്ലായിരുന്നു. ഞാൻ നിങ്ങളോട് നിങ്ങൾ എന്നെ കണ്ടു, നിങ്ങൾ എന്നെ കേട്ടു, എന്നിട്ടും നിങ്ങൾ എന്നെ പകച്ചു. അതെ, ഞാൻ ആരാണെന്ന് കണ്ടു. പിറവിലെ കുരുടന്റെ കണ്ണ് തുറന്നവന് ആത്മീയ കണ്ണുകൾ കൂടി തുറക്കാൻ കഴിവുള്ളവനാ. പക്ഷേ നിങ്ങളതിനെ ഏൽപ്പിച്ചു തന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു. ഇന്ന് രാത്രിയിൽ സന്ദേശം കേൾക്കുന്ന ആൾക്കാർ ഇതുവരെയും പാരമ്പര്യത്തിന്റെ വല്ലാത്ത ചതിയിൽ അകപ്പെട്ടുകൊണ്ട്, പാപത്തിന്റെ ചതിയിൽ അകപ്പെട്ടുകൊണ്ട്, ഇതുവരെയും ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടാതെ ദിവസങ്ങളിൽ ഞങ്ങളെല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പാപത്തിന്
മാറ്റമില്ല. യേശുവിനെ ആത്മീയ കണ്ണുകൊണ്ട് ദർശിച്ച് മനുഷ്യൻ പാപിയാണെന്ന് മനസ്സിലാക്കി ഹൃദയത്തിന് കവാടം തുറന്നു കൊടുത്തുകൊണ്ട് യേശുവിന്റെ രക്ഷയിലേക്ക് അടുത്തു വന്നെങ്കിൽ മാത്രമേ പാപത്തിന് നീക്കപോക്ക് വരികയുള്ളൂ. കർത്താവ് പാപത്തെ നീക്കുവാൻ പ്രത്യക്ഷനായി. യേശു നമ്മൾ ചെയ്ത പ്രവൃത്തി നമ്മുടെ പാപം നീങ്ങി എന്നുള്ളതാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. ദൈവം കേൾക്കുന്നത് നമ്മുടെ പാപം നീങ്ങാൻ വേണ്ടിയാ. ഓരോ ദിവസവും ദൈവം കേൾക്കുന്നതും ദൈവം പഠിക്കുകയും ചെയ്യുന്നത് നാം വർദ്ധിച്ച് വർധന വരുവാൻ വേണ്ടിയാ. ഇതുവരെയും കർത്താവ് സംസാരിച്ചിട്ടും ഇന്നുവരെയും അത് കേൾക്കേണ്ടത് പോലെ കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾക്ക് ഒഴിവില്ല. അതേ സത്യമാ സംസാരിക്കുന്നത്. ദൈവദാസന്മാർ, ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന് സുവിശേഷം പ്രസംഗിക്കുന്ന, സത്യവചനം പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കുന്ന സത്യമാണ്. അത് കേട്ട് കഴിഞ്ഞിട്ട് അതിന് ചെവി കൊടുത്തിട്ടില്ല എങ്കിൽ യേശു എന്ന് പറഞ്ഞ അതേ ആ വചനം ഇന്ന് രാത്രിയിലും ദൈവനും കേട്ടിട്ടും കേൾക്കാതെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രിസ്തു മുഖാന്തരമാണ് നിത്യജീവനെന്നും യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ലെന്നും ക്രിസ്തു മുഖാന്തരം പാപത്തിന് ഒഴിവൊഴിവുണ്ടെന്നും അത് കേട്ടിട്ടും യേശുവിന്റെ കാൽവരി മരണത്തെയും യാഗത്തെയും നിസ്സാരമായി കണക്കാക്കിക്കൊണ്ട് നീ വീണ്ടും പാരമ്പര്യത്തിന്റെ ചതിക്കുഴിയിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ കർത്താവിന്റെ ആത്മാവിന്റെ രാത്രിയും വിളിച്ചു പറയുന്നത്, നിന്റെ പാപത്തിന് ഒഴിവ് കഴിവില്ല. എന്നെ ഭയക്കുന്നവൻ എന്റെ പിതാവിനെയും ഭയക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, ഒന്ന്, നിങ്ങൾ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ പാപമില്ലായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലായിരുന്നെങ്കിൽ പാപമില്ലായിരുന്നു. മൂന്ന്, ഞാൻ ഇതുവരെ മറ്റാരും ചെയ്യാത്ത പ്രവൃത്തി നിങ്ങളുടെ ഇടയിൽ ചെയ്തിട്ടും ആരും ഇതുവരെയും ആ പ്രവൃത്തി ചെയ്തിട്ടും നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്നെ വെറുതെ പകയ്ക്കുക. നിങ്ങളുടെ ഇടയിൽ ഞാൻ മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു യേശു മുഖാന്തരമായി അന്ന് കർത്താവ് വന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ കൺമുമ്പിൽ ചെയ്ത് കാണിച്ചു. അതേക്കുറിച്ച് രാത്രിയിൽ എടുക്കാൻ ആഗ്രഹം. ഒറ്റ വിഷയം എടുത്തു കഴിഞ്ഞാൽ രാത്രി നമ്മൾ യേശു ചെയ്ത മഹാപ്രവൃത്തികളെ കുറിച്ച് വർണ്ണിക്കണം. ലാസറിനെ ഉയർപ്പിച്ചതും പിറവിക്കുരുടനെ സൗഖ്യമാക്കിയതും 4 പേർ ചുമന്നുകൊണ്ടുവന്ന ആ പക്ഷപാത രോഗിയെ കർത്താവ് സൗഖ്യമാക്കിയതും ബെത്സേദ കുളക്കരയിൽ കിടന്ന 38 വർഷം പിടിച്ചവൻ ദീനമാക്കിയതും 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതും കടൽമേൽ നടന്നതും വലിയ മീൻപിടുത്തം നടത്തിയതും അങ്ങനെ അനേക രോഗികളെ സൗഖ്യമാക്കിയതും യേശുവിന്റെ വസ്ത്രത്തിന്റെ തമ്മിൽ തൊട്ട 12 വർഷം രക്തക്കാരിയായ സ്ത്രീ സൗഖ്യം പ്രാപിച്ചതും സുരേബിയക്കാരിയായ സ്ത്രീയുടെ അവളുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് അവളുടെ മകളുടെ ഭൂതത്തെ ദൈവം ശാസിച്ചതും അങ്ങനെ ഭൂതങ്ങൾ വിട്ടുപോയതും രോഗിയിൽ സൗഖ്യമായതും നിരവധി മരിച്ചു ഉയർത്തതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ 3.5 വർഷം കൊണ്ട് യേശു ചെയ്ത പ്രവൃത്തി അത് എത്ര വലുതായിരുന്നു. കർത്താവ് പറയും, ഇത്രയും പ്രവൃത്തി ചെയ്തിട്ടും വിശ്വസിക്കാത്തൊരു സമൂഹത്തെ നോക്കി പറയുക, നിങ്ങളുടെ പാപത്തിന് ഒഴിവില്ല. രാത്രിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവനെ കാണാനുള്ള ഭാഗ്യം തോന്നും. അവനിൽ നിന്ന് കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതായത് കർത്താവിനെ കാണുവാനും കർത്താവിൽ നിന്ന് കേൾക്കുവാനും അവന്റെ പ്രവൃത്തി അനുഭവിപ്പാനും ഇടയാത്തീർന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവനെ കണ്ടിട്ടും കാണാതെ പോയവർ, അവനെ കേട്ടിട്ടും ഗ്രഹിക്കാതെ പോയവർ, അവന്റെ പ്രവൃത്തി കണ്ടിട്ടും അതേക്കുറിച്ച് തിരിച്ചറിവില്ലാതെ പോയവരെ കുറിച്ച് പറയുകയാണ് അവിടെ പാപം നിലനിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, യേശു ചെയ്ത കർത്താവ് തിരിഞ്ഞു നോക്കി പറയുക, ഇവിടെ വാങ്ങൽ പ്രസംഗത്തിൽ പറയുക, നിങ്ങൾ തിരിഞ്ഞു നോക്കുക, ഞാൻ എത്രയോ അത്ഭുതങ്ങൾ, എത്രയോ അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെയ്ത ദേശമാണ്. പക്ഷേ കവർന്നകുമേ കോരസീനെ നിനക്കയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ആ ദേശങ്ങളെ ഓർത്ത് വിലപിച്ച് പറയുന്നുണ്ട്. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീതോലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ടേ 8 മണ്ണിലും ഇരുന്ന് അവർ മാനസാന്തരപ്പെടുമായിരുന്നു പറയുക. കവർന്നകും കോരസീൻ എന്ന ദേശങ്ങളെ കുറിച്ച് കർത്താവ് പറയുക. നമുക്കറിയാം, കർത്താവിന്റെ ശിഷ്യന്മാർ അവിടുന്ന് ദൈവം തിരഞ്ഞെടുത്ത ചിലരുണ്ടായിരുന്നു. അവിടെ പറയുക, ബെത്സയിദ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്ത, പക്ഷേ അയ്യോ ബെത്സയിദ നിനക്ക് കഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുക. അവരൊന്നും യേശുവിനെ കണ്ടിട്ടും കാണാതെ പോയി. അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. യേശുവിനെ കേട്ടിട്ട് ഗ്രഹിക്കാൻ കഴിയാതെ പോയി. യേശു ചെയ്ത പ്രവൃത്തിയെ അവർക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോയി. അപ്പോഴൊക്കെയും അവിടെ അന്ധത അവരെ പിടിക്കുവാനിടയായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് പറയാൻ സാധിക്കും, കർത്താവെ ഞാൻ ദർശിച്ചത് കൊണ്ട്
എന്റെ പാപം നീങ്ങുവാനിടയെത്തുന്നു. യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, വചനം കേട്ട് വിശ്വസിക്കുന്നുകൊണ്ട് അവന്റെ വചനം കേൾക്കുന്തോറും എന്റെ വിശ്വാസം ഇന്ന് രാത്രിയിൽ നിവർത്തിക്കുകയാണ്. യേശു എന്നിൽ ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും അവൻ ചെയ്ത വീര്യപ്രവർത്തനവും വായിക്കുന്നത് കേൾക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ കർത്താവിനോടുള്ള ബന്ധം അധികമായി വർദ്ധിക്കുന്നു. അവന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? എന്നെ കഥ പറയും, നിങ്ങൾക്ക് പാപമില്ലാത്തവരാ, വിശുദ്ധരാണ്, നിങ്ങളെ ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് കർത്താവ് നമ്മളെ കുറിച്ച് പറയാം. എന്നാൽ ഇതെല്ലാം കണ്ടിട്ടെന്നും പാപത്തിന് മാറ്റമെന്നില്ല കഥ പറയും. അവർ എന്നെയും എന്റെ പിതാവിനെയും കാണുകയും ഭയക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടത്. കഥ പറഞ്ഞു, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചനം, സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം നിവൃത്തിയാകണം. അവർ വെറുതെ എന്നെ പകച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാ ദൈവമക്കളെ പകയ്ക്കുന്നത്? എന്തിനു വേണ്ടിയാ ദൈവമക്കളെ ഉപദ്രവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ദൈവമക്കളെ അവരെ ചതുരിച്ചു കളയുന്ന, അവരെ ഉപദ്രവിക്കുന്നവരെ കൊല്ലുന്നത് എന്തിനു വേണ്ടിയാ? എന്ത് തെറ്റാണ് ചെയ്തത്? നമുക്കറിയാം ദൈവത്തിന് വേണ്ടി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന എത്രയോ പേരെ തീക്കരയാക്കി തീർത്തു, എത്ര പേരെയോ കൊന്നുകളഞ്ഞു. ഇന്നും എത്ര പേർ ഉപദ്രവം സഹിക്കുന്നു. പക്ഷേ കഥ പറയുകയാണ്, വെറുതെ അവർ എന്നെ പകയ്ക്കുന്നു. നന്മ ചെയ്യുന്ന ദൈവമക്കൾക്ക് ഉപദ്രവം ഉണ്ടാകും. അവർ ക്രിസ്തുയേശു ഭയഭക്തിയോടെ ജീവിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും ഉപദ്രവം ഉണ്ടാകും. എന്നാൽ കർത്താവിനോടുകൂടെ നിത്യത്തിൽ വാഴാമെന്നുള്ള പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്, ആ ഊർജമുള്ളത് കൊണ്ടാണ് ദൈവമക്കൾ പിന്നെയും കർത്താവിന് വേണ്ടി നിലനിൽക്കുകയും പ്രവർത്തിക്കുന്നതിന് കർത്താവിന്റെ കൃപയാണ് നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ചെയ്ത പ്രവർത്തികളെ കുറിച്ച് മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവർത്തികൾ യേശു ചെയ്തു, ഇന്നും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ കൃപയ്ക്കായി, അവന്റെ പ്രവർത്തികൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. വചനം നിവൃത്തിയാകേണ്ടത് തന്നെ, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോട് കൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയും. കഥ പറഞ്ഞു, അവിടെ വാങ്ങൽ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കഥ പറഞ്ഞു. അവിടെ പറഞ്ഞു തുടങ്ങിയത് മുന്തിരിവള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ട് കഥ പറഞ്ഞു, ഞാൻ ആരാണെന്നോ, നിങ്ങൾ നിൽക്കുന്ന ഈ മുന്തിരിത്തോട്ടം പിതാവിന്റെ ദൈവസഭയാണ്. അതിനകത്ത് യഥാർത്ഥം സാക്ഷാൽ മുന്തിരിവള്ളിയായിരിക്കുന്ന എന്നെക്കുറിച്ച് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞു. ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ ആ സാക്ഷ്യം പ്രസ്താവിച്ചു എന്നുള്ളത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവ് വചനം പറഞ്ഞാണ് അവരെ ഒന്നുകൂടി ബലപ്പെടുത്തിയത്. 1-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഇതിനകത്ത് ഞാൻ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ അതേ ദൈവത്തിന്റെ സത്യാത്മാവ് വന്നതുകൊണ്ട് നാം സാക്ഷ്യം പ്രസ്താവിക്കുന്നത്, പരസ്യമായി പ്രസ്താവിക്കുന്നത്, അതെ യേശു ശക്തി ലഭിച്ചതുകൊണ്ട് നാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തുവിനെ ലോകത്തിനെ വരച്ചു കൊടുക്കുകയാണ്. ക്രിസ്തുവിന്റെ വചനം നമ്മൾ സന്ദേശമായിട്ട് അറിയിക്കുകയാണ്. യേശുവിന്റെ പ്രവൃത്തി നമ്മളിലൂടെ കഥാവ് ദിവസം ചെയ്തെടുക്കുന്നതിനായ സ്തോത്രം ചെയ്യാം. അതേ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായ സ്തോത്രം ചെയ്യാം. അനേക രോഗികൾ സൗഖ്യമാകണം, അനേക ഭൂതങ്ങൾ വിട്ടുപോകണം. ഈ ദിവസങ്ങളിൽ ഭാവികൾ മാനസാന്തരപ്പെടണം. യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ അത് വെളിപ്പെട്ടു വരുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കാൻ നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ ഇന്ന് തെരഞ്ഞെടുത്തതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അതെ, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിന് ശക്തി ലഭിച്ചു കഴിയുമ്പോൾ നാം ദിവസങ്ങളിൽ പറയുന്ന സാക്ഷ്യം നമ്മുടെ സാക്ഷ്യമല്ല. നമ്മളെയല്ല നാം പ്രശംസിക്കുന്നത്, നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിനെ രാത്രിയിൽ പ്രശംസിക്കുവാൻ, അവനെ ഉയർത്തിക്കാട്ടുവാൻ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ, സ്വഭാവത്തിലൂടെ, നമ്മുടെ ഭാഷയിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, പരസ്യപ്രവർത്തനത്തിലൂടെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലൂടെയും ക്രിസ്തുവിന് സാക്ഷ്യമായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ദൂതിനെ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നാളെ വീണ്ടും കാണുവോളം കർത്താവ് നമ്മെ ഏവരെയും രക്തക്കൊട്ടകളിൽ മറക്കട്ടെ. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.